ട്രാഫിക് നിയമങ്ങൾ പാലിക്കാത്ത കാൽനട യാത്രക്കാരിൽ നിന്ന് പിഴ ഈടാക്കുമെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. പിഴ നിശ്ചയിക്കേണ്ടതും ഈടാക്കേണ്ടതും ആഭ്യന്തര വകുപ്പാണ്. പോലീസ് നിയമത്തിൽ ഭേദഗതി ആവശ്യമാണെന്നും റോഡ് യൂസ് ആക്ട് കൊണ്ടുവരാൻ ആഭ്യന്തര വകുപ്പിനോട് ആവശ്യപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു. കാൽനട യാത്രക്കാരും നിയമം പാലിക്കണമെന്ന റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് മന്ത്രി നിയമ ഭേദഗതിക്ക് ഒരുങ്ങുന്നത്. ഇത് ഞങ്ങൾ ആഭ്യന്തര വകുപ്പാണ് ഇത് ചെയ്യേണ്ടത്. പോലീസ് നിയമത്തിലാണ് ഭേദഗതി വേണ്ടത്. ഈ നടന്നു പോകുന്നവർക്കുള്ള ഫൈൻ അടിക്കാനുള്ള വകുപ്പുണ്ട്. പക്ഷെ പോലീസിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു നിയമം വന്നിട്ട് അവരാണ് ഇത് ഫൈൻ തീരുമാനിക്കേണ്ടത് പോലീസ് വകുപ്പാണ്. അപ്പോൾ പോലീസ് വകുപ്പിൻ്റെ ശ്രദ്ധയിലേക്ക് നമ്മളിത് കൊണ്ടുവരുന്നത് വളരെ ശരിയാണ് പറഞ്ഞത്. കാരണം റോഡ് യൂസ് ചെയ്യുന്നവർ എന്നാണ് അർത്ഥം. റോഡിൽ വണ്ടി ഓടിക്കുന്നവരെന്നല്ല, റോഡ് യൂസ് ചെയ്യുന്നവർ, റോഡ് ഉപയോഗിക്കുന്നവർ. അത് കട നടത്താനും തട്ടുകട ഇറക്കി വയ്ക്കാൻ ഉപയോഗിക്കുന്നവരെ പറ്റിയല്ല ഞാൻ പറയുന്നത്. നടക്കാൻ, സൈക്കിളിൽ പോകാൻ, കാറിൽ പോകാനൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ. റോഡ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഈ നിയമങ്ങൾ ബാധകമാണ്. നടന്നു പോകുന്നവർ കൂടി ഫൈൻ ഏർപ്പെടുത്താൻ പോലീസ് വകുപ്പിനോട് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. ഈ പറഞ്ഞ കറക്റ്റാണ്. കാരണം നമുക്ക് സീബ്ര ലൈനൊക്കെ വരച്ചിട്ടുണ്ട്. അതിൽ വണ്ടി നിർത്താൻ ആവശ്യപ്പെടാം, കർശനമായി നടപടിയെടുക്കാം. പക്ഷേ ആ സീബ്ര ലൈൻ കാണുന്നതിന് മുമ്പ് എളുപ്പത്തിനൊരു ചാട്ടം ചാടിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവനവൻ തെറ്റിയില്ലെന്ന് മാത്രമല്ല, ഈ എതിരെ വരുന്ന ആളൊരു കുഴപ്പം കാണിക്കുമെന്ന പ്രതീക്ഷ കൂടി നമുക്ക് വേണം. നമുക്കിപ്പം അശ്വിൻ ഡിയാഗോ ചേരുന്നു. അശ്വിൻ ഡിയാഗോ, റിപ്പോർട്ടർ പുറത്തുവിട്ട വാർത്തയിൽ മന്ത്രിക്ക് താല്പര്യമുണ്ട്, അത് ആ നിർദ്ദേശത്തിൽ താല്പര്യമുണ്ട്. കാൽനട യാത്രക്കാരും നിയമം പാലിക്കണമെന്നാണ് പറയുന്നത്. പലപ്പോഴും വലതുവശം ചേർന്ന് സഞ്ചരിക്കേണ്ടവർ ആ വശത്തുകൂടി സഞ്ചരിക്കാത്ത ആൾക്കാരുണ്ട്, സീബ്ര ലൈനുകൾ പാലിക്കാത്തവരുണ്ട്, ട്രാഫിക് സിഗ്നലുകൾ പാലിക്കാത്ത യാത്രക്കാരും സൈക്കിൾ യാത്രക്കാരുമുണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഇങ്ങനെ അലക്ഷ്യമായി പലപ്പോഴും കാൽനട യാത്രക്കാരും സൈക്കിൾ യാത്രക്കാരും ഒക്കെ റോഡ് ഉപയോഗിക്കുന്നത്. റോഡ് യൂസേഴ്സ് ആക്ട് കൊണ്ടുവരിക എന്നതാണ് ഇപ്പോൾ മന്ത്രിയും നിർദ്ദേശിക്കുന്നത്. ഒരു നിയമനിർമ്മാണത്തിലേക്കുള്ള സാധ്യതയിലേക്കാണോ കാര്യങ്ങളുടെ പോക്ക്? അശ്വിൻ ഡിയാഗോ. ഡോക്ടർ അരുൺ, കാര്യങ്ങൾ അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം ഈ അടുത്തിടെയായി സംസ്ഥാനത്ത് വലിയ രീതിയിൽ അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. അത് വാഹനങ്ങൾ ഓടിക്കുന്നവർ മാത്രമല്ല, ഇത്തരത്തിൽ കാൽനട യാത്രക്കാരും അപകടത്തിൽപ്പെടുന്നത് ഒരു നിത്യ വാർത്തയായി മാറിയിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ കാൽനട യാത്രക്കാരും നിയമങ്ങൾ പാലിക്കേണ്ടതില്ലേ എന്ന ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഈ റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ അടക്കം ഒരു നിയമനിർമ്മാണം വേണ്ടിവരുമെന്നും ഇത്തരത്തിൽ കാൽനട യാത്രക്കാരിൽ നിന്നും പിഴ ഈടാക്കേണ്ടി വരുമെന്നും അദ്ദേഹവും പറഞ്ഞിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഗതാഗത മന്ത്രി തന്നെ ഇത്തരത്തിൽ നിയമ ഭേദഗതിക്ക് നടപടിയിലേക്ക് കാര്യങ്ങൾ നീക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റോഡ് യൂസേഴ്സ് ആക്ട് വേണം എന്നുള്ള നിലപാടിൽ തന്നെയാണ് കെ.ബി. ഗണേഷ് കുമാറും ഉള്ളത്. കാരണം റോഡിൽ നമുക്കറിയാം ട്രാഫിക് സിഗ്നലുകളുണ്ട്, പെഡസ്ട്രിയൻസിന് വേണ്ടി ഫുട്പാത്തുകളുണ്ട്, സീബ്ര ലൈനുണ്ട്. പക്ഷേ പലരും സമയം ലാഭിക്കുന്നതിനു വേണ്ടിയും എളുപ്പത്തിനു വേണ്ടിയും ഇതൊന്നും പാലിക്കാറില്ല. റോഡിലെ ഒരു സംസ്കാരം തികച്ചും ഒരു സീറോ ലെവലിലാണ് നമുക്ക് ഇപ്പോഴുള്ളത്. ഇത് മാറ്റിയെടുക്കണം എന്ന ഒരു ഉറച്ച തീരുമാനത്തിലാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ നിയമങ്ങൾ പാലിക്കാത്ത, ട്രാഫിക് നിയമങ്ങൾ പാലിക്കാത്ത വഴിയാത്രക്കാരിൽ നിന്ന്, കാൽനട യാത്രക്കാരിൽ നിന്ന് പിഴ ഈടാക്കുക തന്നെ വേണം എന്നുള്ള നിലപാടിലേക്കാണ് ഇപ്പോൾ കെ.ബി. ഗണേഷ് കുമാറും എത്തിയിട്ടുള്ളത്. പക്ഷേ ഇതിന് നിയമ ഭേദഗതി ആവശ്യമാണ് എന്നാണ് മന്ത്രി പറയുന്നത്. പോലീസ് വകുപ്പിലാണ്, ഈ ഒരു പോലീസ് ആക്ടിലാണ് ഈ ഒരു നിയമ ഭേദഗതി വരുത്തേണ്ടത്. നിലവിൽ ഇപ്പോൾ കാൽനട യാത്രക്കാരിൽ നിന്നും പിഴ ഈടാക്കാൻ പോലീസ് വകുപ്പിൽ ആക്ടിൽ ഉണ്ട്. പക്ഷേ അത് ഭേദഗതി ചെയ്ത് റോഡ് യൂസേഴ്സ് ആക്ടാക്കി തന്നെ നിലവിൽ വരണം എന്നുള്ളതാണ് കെ.ബി. ഗണേഷ് കുമാർ പറയുന്നത്. ഇതിനുവേണ്ടി ആഭ്യന്തര വകുപ്പിനോട് താൻ ആവശ്യപ്പെടും എന്നും മന്ത്രി പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെയും പ്രതികരണം തേടിയപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നതും ഇതുതന്നെയാണ്. കാരണം ഇത്തരത്തിൽ ഈ വാഹനങ്ങൾ മാത്രമല്ല അപകടത്തിൽപ്പെടുന്നത്, റോഡ് ഉപയോഗിക്കുന്ന, റോഡിലൂടെ നടക്കുന്ന ആളുകൾ, സൈക്കിൾ യാത്രക്കാരൊക്കെ ഇത്തരത്തിൽ അലക്ഷ്യമായി അവരുടെ യാത്ര മൂലം മറ്റുള്ളവർ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ 2 വർഷങ്ങളായി വളരെ വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. ഇത് തടയണമെങ്കിൽ റോഡ് യൂസേഴ്സ് ആക്ട് നിലവിൽ വേണം എന്നുള്ളൊരു നിലപാടിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ CH നാഗരാജുവും നമ്മളോട് പ്രതികരിച്ചിരുന്നു. എന്തായാലും ഒരു പുതിയ നിയമനിർമ്മാണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇനി അലക്ഷ്യമായി റോഡിൽ ഇറങ്ങി നടക്കാം, അല്ലെങ്കിൽ റോഡിലുള്ള കാൽനട യാത്രക്കാരുടെ കളികൾ ഇനി നടക്കില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഇനി കനത്ത പിഴ ഈടാക്കും. മാത്രമല്ല ഇത് എത്ര രൂപയാണ്, എങ്ങനെയാണ് പിഴ ഈടാക്കേണ്ടതെന്ന് പോലീസ് തീരുമാനിക്കുമെന്നും മന്ത്രി പറയുന്നു. അങ്ങനെയെങ്കിൽ ഇനി മുതൽ റോഡിൽ വാഹനങ്ങൾക്ക് മാത്രമല്ല കാൽനട ആക്ട് അതിൽ കൊണ്ടുവന്നാൽ മാത്രമേ അത് സാധ്യമാവൂ. ആഭ്യന്തര വകുപ്പിനായിരിക്കും അതിന്റെ പരിപാലന ചുമതലയുണ്ടാവുക. കാര്യം അതിൽ മോട്ടോർ വാഹന നിയമത്തിന് പരിമിതിയുണ്ട്. കാൽനട യാത്രക്കാരായതുകൊണ്ട് ഒരു വാഹനം ഉപയോഗിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് റോഡ് യൂസേഴ്സ് ആക്ട് കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ കാൽനട യാത്രക്കാർ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചാൽ പിഴ ഈടാക്കാൻ നമുക്ക് കഴിയൂ. നിലവിൽ കാൽനട യാത്രക്കാരിൽ നിന്ന് പിഴ ഈടാക്കാനുള്ള പ്രൊവിഷൻസ് ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇൻഷുറൻസ് ഒന്നും പലപ്പോഴും കിട്ടില്ല. ഇപ്പോൾ സീബ്ര ലൈനിൽ അല്ലാതെ മറ്റെവിടെയെങ്കിലും വെച്ച് വാഹനം ഓടിക്കുക, അലക്ഷ്യമായി നമ്മൾ നടന്നതിൻ്റെ പേരിൽ വാഹനം ഇടിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഇൻഷുറൻസ് ക്ലെയിം പലപ്പോഴും ബ്ലോക്ക് ചെയ്യപ്പെടാറുണ്ട്. അതൊഴിച്ചു നിർത്തിയാൽ റോഡ് യൂസേഴ്സ് ആക്ട് ഈ വിഷയത്തിൽ ആവശ്യമാണ്. അതിലേക്ക്
നിയമനിർമ്മാണം നടത്തണം എന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറും ആവശ്യപ്പെടുന്നത്.